ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ പോളിടെക്നിക് ലാറ്ററൽ എൻട്രിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള വീഡിയോസ് പോളിടെക്നിക്കായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് അല്ലെങ്കിൽ പോളിടെക്നിക് നിങ്ങൾ പഠിക്കുന്ന ആളോ അല്ലെങ്കിൽ ഇനി പഠിക്കാൻ താല്പര്യപ്പെടുന്ന ആളോ ആണെങ്കിൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്ന കാര്യമാണെങ്കിൽ നമ്മളതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പോളിടെക്നിക്കായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് ഈ ചാനലിനെ സമീപിക്കാം. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അധികം വൈകിക്കുന്നില്ല. നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം ലാറ്ററൽ എൻട്രി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ പോളിടെക്നിക് ലാറ്ററൽ എൻട്രിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ എഞ്ചിനീയറിംഗിന് വേണ്ടി ട്രൈ ചെയ്ത് കിട്ടാൻ നിൽക്കുന്ന ഇനി പോളിടെക്നിക് എടുത്തിട്ട് നമുക്ക് പിന്നെ ബിടെക്കിന് പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് പോളിടെക്നിക്കിന് കയറാൻ പറ്റുമോ എന്നൊക്കെ ആലോചിച്ച് നിൽക്കുന്ന ലാറ്ററൽ എൻട്രിക്ക് വേണ്ടി കയറാൻ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ പ്രധാനപ്പെട്ട ഡേറ്റുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ 16-ാം തീയതി മുതൽ 2 ദിവസം മുൻപ് ഡേറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് പോളിടെക്നിക്കിന് വേണ്ടി അപേക്ഷിക്കാനുള്ള ലാറ്ററൽ എൻട്രിക്ക് വേണ്ടി അപേക്ഷിക്കാനുള്ള ഡേറ്റുകളും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു 1 ടൈം രജിസ്ട്രേഷൻ ഫീ നിങ്ങൾ കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഒരു ഓൺലൈൻ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തുള്ളത് 16-ാം തീയതി മുതലാണ്. എത്രയാണ് ഫീ, എത്രയാണ് കാര്യങ്ങൾ, അതിൻ്റെ കോളേജുകളുടെ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ റിസർവേഷൻ്റെ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടൊരു വീഡിയോ നമ്മൾ അധികം വൈകാതെ ചെയ്യും. ഇതിൽ നമ്മൾ ഡേറ്റുകളാണ് പ്രധാനമായിട്ടും പറയുന്നത്. നിങ്ങൾ ഈ ഡേറ്റുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക, പറയാൻ പോകുന്ന ഡേറ്റുകൾ. അപ്പോൾ നിങ്ങൾ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യുന്നത് 16/5 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 16/5 മുതലാണ്. ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫീ അടച്ച് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നതാണ് 30/5/2025. അത് ഈ മാസം 30-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് സമയമുള്ളത്. ഓൺലൈൻ സബ്മിഷൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റും വരുന്നതാണ് 30/5 തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഓഫ് പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിക്കേഷൻ ഓഫ് പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് നിങ്ങൾ ആപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് വരും. ആ റാങ്ക് ലിസ്റ്റ് വരുന്ന എപ്പോഴാണ്? ഒരു 3/6/2025 അടുത്ത മാസം ജൂൺ 3-നാണ് അത് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്, ഒരു ട്രയൽ ഒരു റാങ്ക് ലിസ്റ്റ് പോലെ വരും. അതാണ് ഈ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പോലെ വരുന്നത്. അത് നിങ്ങൾക്ക് അതിലെന്തെങ്കിലും കറക്ഷൻസ് കാര്യങ്ങൾ വരാണ്ട് കോളേജുകൾ മാറ്റണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ മാറ്റണം എന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്കുള്ള ടൈം വരുന്നത് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നപ്പോഴാണ് 5/6/2025 വരെ നിങ്ങൾക്ക് അതിൻ്റെ സമയം കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ആ ഒരു തെറ്റുകളൊക്കെ തിരുത്തിയതിന് ശേഷം ഒറിജിനൽ ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റ് നിങ്ങളുടെ ഈ ഒരു ലാറ്ററൽ എൻട്രി നിങ്ങളുടെ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ ആളുകൾക്കാണ് ലാറ്ററൽ എൻട്രിക്ക് ട്രൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ ഒരു ക്വാളിഫിക്കേഷൻ വെച്ച് നിങ്ങളുടെ മാർക്കിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു റാങ്ക് ലിസ്റ്റ് വരുന്നുണ്ടായിരിക്കും. പബ്ലിക്കേഷൻ ഓഫ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് തെറ്റുകളെല്ലാം തിരുത്തിയതിനു ശേഷം ഒരു റാങ്ക് ലിസ്റ്റ് വരുന്ന എപ്പോഴാണ്? ആ റാങ്ക് ലിസ്റ്റ് വരുന്നത് 9/6/2025 നിങ്ങൾക്ക് ആ ഒരു റാങ്ക് ലിസ്റ്റ് വരുന്നതായിരിക്കും. ആ ഒരു റാങ്ക് ലിസ്റ്റ് പ്രകാരമാണ് നിങ്ങൾക്ക് ഏതൊക്കെ കോളേജുകളിലാണ് കിട്ടാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചുള്ള കോളേജുകൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നിങ്ങളുടെ ഈ ഒരു റാങ്ക് ലിസ്റ്റിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷൻ എടുക്കാനുള്ള കൗൺസിലിംഗ് ആൻഡ് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നപ്പോഴാണ് 10/6/2025 മുതൽ 13/6/2025 വരെയുള്ള ഒരു 3-4 ദിവസത്തോളം നിങ്ങൾക്ക് എന്താണ് ഈ ഒരു അഡ്മിഷന് വേണ്ടി നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ട പ്രോസസ്സിന് വേണ്ടി ഒരു ടൈമിങ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ ഏതൊക്കെ കോളേജുകളിൽ നിങ്ങൾക്ക് പോയ അഡ്മിഷൻ കിട്ടും, നിങ്ങളുടെ റാങ്ക് അനുസരിച്ച് ഏതൊക്കെ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഈ ഒരു കാലയളവിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ ആ ഒരു കൗൺസിലിംഗ് ആൻഡ് അഡ്മിഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്പോട്ട് അഡ്മിഷൻ ഉണ്ടായിരിക്കും. എവിടെയെങ്കിലൊക്കെ ഏതെങ്കിലും കോളേജുകളിൽ പിന്നീട് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള ഒരു സാധ്യത അത് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിനെ അടിസ്ഥാനമാക്കിയിട്ടുണ്ടായിരിക്കും. നല്ല റാങ്കുള്ളവർ എന്നുണ്ടെങ്കിൽ അവർക്ക് താല്പര്യമുള്ളതിലേക്ക് കിട്ടും. പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ റാങ്ക് നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് നല്ല നിങ്ങൾ വിചാരിച്ച ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഈ ഒരു ലാറ്ററൽ എൻട്രിയുടെ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് 15/6/2025 വരെ ആയിരിക്കും. കാരണം ഒരുപാട് പേര് വേറെ ഏതെങ്കിലും കിട്ടുമ്പോൾ അവർ അഡ്മിഷൻ ക്ലോസ് ചെയ്ത് അല്ലെങ്കിൽ അഡ്മിഷൻ ക്യാൻസൽ ചെയ്തിട്ട് അവർ പോകും. അപ്പം നിങ്ങൾക്ക് അവിടെ കയറാനുള്ള ഒരു ചാൻസ് കുറച്ചുകൂടുണ്ട്. അപ്പോൾ അവസാന നിമിഷം വരെ നിങ്ങൾ നോക്കുക 15/6/2025 വരെ നിങ്ങൾക്ക് പിന്നീട് അഡ്മിഷൻ കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ട്. പിന്നെ പരമാവധി എല്ലാ പ്രൈവറ്റ് കോളേജുകളിലൊക്കെ ഇങ്ങനെ സ്പോട്ട് അഡ്മിഷൻ വളരെ നേരത്തെ തന്നെ തുടങ്ങും. നിങ്ങൾക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് കയറാനുള്ള ഒരു ചാൻസ് നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ലാറ്ററൽ എൻട്രി കാര്യമായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് കോളേജ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ ഫീസും കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നത് അല്ലെങ്കിൽ ബസ് ഫീ മറ്റ് കാര്യങ്ങൾ എങ്ങനെയൊക്കെ വരും നോക്കിയിട്ട് നിങ്ങൾക്ക് ആപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെ നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ പിന്നെ നിങ്ങളുടെ നല്ല റാങ്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് അവിടെ ഈ ഒരു അഡ്മിഷൻ കിട്ടാനുള്ള ഒരു സാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണ്, ഈ ഒരു പബ്ലിക്കേഷൻ ഓഫ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം കൗൺസിലിംഗ് ആൻഡ് അഡ്മിഷൻ, അതായത് അതിൻ്റെ ആദ്യത്തെ ഒരു പ്രൊസീജിയർ എന്നുള്ള രീതിയിൽ കോളേജുകളിൽ അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യും. അത് 10/6/2025 മുതൽ 13/6/2025 വരെ. കാരണം അധികം സമയമല്ല, ഇനി വെറും ഒരു 10-20 ദിവസം പോലും നിങ്ങൾക്ക് അത്രയും ദിവസങ്ങൾ നിങ്ങൾക്ക് മുന്നിലുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കാര്യമായിട്ട് തന്നെ നോക്കുക. നിങ്ങൾ നല്ല കോളേജുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ചൂസ് ചെയ്യേണ്ടത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റുകൾ എവിടെയൊക്കെയാണുള്ളത്, ഏതൊക്കെ കോളേജുകളിലെല്ലാം നിങ്ങൾ പരിശോധിക്കുക. ഈ ഡേറ്റുകൾ കറക്റ്റായിട്ട് നോക്കി വയ്ക്കുക.
അപ്പോൾ അടുത്തൊരു വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു ഫീസും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് അതിൻ്റെ റിസർവേഷനും കാര്യങ്ങളും എങ്ങനെയൊക്കെ നോക്കിയിട്ട് അതായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ അധികം വൈകാതെ തന്നെ ലാറ്ററൽ എൻട്രിക്കാർക്ക് വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.